ഗാധേ ദക്ഷിണ കൊടുക്ക. ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഗൂഗിളിൽ പോയി തൊഴുത് വന്നാ മതി. എടൂ, താനെന്തേ പറയുന്നേ? നമ്മള് ഇത്ര ദൂരം വന്നത് തന്നെ ഈ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ലേ? തന്റെ ടെൻഷൻ എന്താണെന്നൊക്കെ എനിക്കറിയാം. ശിവാനന്ദ മഠത്തിലെ പൂജയിൽ നടന്നതിന്റെ ട്രോമോ അല്ലേ? തന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അത് മാഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കേ. വേഗം റെഡിയാവ്. രാഹുകാലത്തിന് മുമ്പ് പൂജ തുടങ്ങുന്ന അവര് പറഞ്ഞത്. ദമ്പതി പൂജയുടെ വഴിപാടിനെത്തിയ സ്ത്രീകളെല്ലാവരും നാഗത്രയിലേക്ക് ചെന്നോളൂ. ദക്ഷിണ നൽകി കളം വരയ്ക്കുന്ന ആളിന്റെ അനുഗ്രഹം കൂടി വാങ്ങണം. എന്താണോ ഗദ? ഒരു മിനിറ്റ്. കുട്ടി, ഇനി ദക്ഷിണ വാങ്ങി പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്ന ചടങ്ങ് നടക്കട്ടെ. ഇതാണ് നാഗപ്രീതിക്ക് വേണ്ട പ്രധാന കർമ്മങ്ങൾ ചെയ്യുന്ന പെൺകുട്ടി. അനുഗ്രഹം വാങ്ങി പൂജാദ്രവ്യങ്ങൾ സ്വീകരിച്ചോളൂ. ഞാൻ ഇവളുടെ മുന്നിൽ തൊഴുത് നിന്ന് അനുഗ്രഹം വാങ്ങാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ വന്നേ. മമ്മി കൈ വിടുന്നുണ്ടോ? നോ. ഇവിടെ ഇപ്പൊ പ്രധാന ചടങ്ങാണ് ഗാഥ. അഹങ്കാരം കാണിച്ച് വെറുതെ ദൈവദോഷം വരുത്തി വെക്കരുത്. അങ്ങനെ ഇവളുടെ അനുഗ്രഹം കിട്ടിയിട്ട് എനിക്ക് പൂജയിൽ പങ്കെടുക്കണ്ട. നീ ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. എന്താ? നീ ഇവിടെ കൃഷ്ണനെ നോക്കണ്ട. ഇത് ഈശ്വര കാര്യല്ലേ, അത് മാത്രം നോക്കിയാ മതി. നോക്ക്, വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ഞാൻ പറയുന്ന കേക്ക്. മോളെ, നിന്റെ മനസ്സിലെ ഈഗോ ഒന്ന് തൽക്കാലം മാറ്റിവെക്ക്. ഇങ്ങ് വന്നേ. ചെല്.
സിനി ഗാഥ ദക്ഷിണ കൊടുക്ക. വാ. തിരുമേനി, പൂജയ്ക്ക് വന്ന പെൺകുട്ടികളിൽ ഒരാൾക്ക് നമ്മുടെ നാഗക്കളം ഒരുക്കാമെന്ന കുട്ടിയുടെ അതേ ചായ. ഞാനും അത് ശ്രദ്ധിച്ചു. കണ്ടാൽ ഒരുപോലെ തന്നെ. അവര് കുടുംബക്കാരാണോ? എന്തായാലും പൂജ കഴിയട്ടെ, സംശയത്തിന് നിവൃത്തി വരുത്താം. പറഞ്ഞതല്ലേ ഞാനിതൊക്കെ. എനിക്കറിയായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. മാഡം ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നമുക്ക് ചേച്ചിയോട് ഞാൻ ചോദിച്ചോ? അഭിപ്രായം വേണമെങ്കിലേ അങ്ങോട്ട് ഞാൻ ചോദിക്കും. അതിനു മുന്നേ മിണ്ടിപ്പോയാലേ നോക്ക് ഞാൻ പിഴുതെടുക്കും. മോളെ, നമ്മൾ ആരും ഇത് പ്രതീക്ഷിച്ചതല്ലോ. മമ്മിയോട് ഞാൻ പറഞ്ഞതല്ലേ അവള് പൊട്ടിപ്പറപ്പെട്ട് ഇങ്ങോട്ട് എത്തുന്നു. ഞാനും നവീനും പൂജയ്ക്ക് വരുന്ന കാര്യം അറിഞ്ഞ് ഇത് മുടക്കാൻ അവള് മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. ഈ പൂജയുടെ കാര്യം കൃഷ്ണ അറിയാനായിട്ട് ഒരു വഴിയില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. നോക്ക്, എന്താന്ന് വെച്ചാൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. നീ ഒന്ന് സമാധാനപ്പെട്. അവളിത് മുടക്കാൻ വന്നൊന്നും ആയിരിക്കില്ല. മമ്മി വീണ്ടും വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്ത് എന്തിനാ സംസാരിക്കുന്നേ? പിന്നെ അവൾ അറിയാതെ ഇത്രയും ദൂരം വരാൻ പോന്നു. അത് മമ്മി വിശ്വസിച്ചോ? പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അതോ ഇനി നിങ്ങൾ തന്നെയാണോ അവളോട് ഈ പൂജയുടെ കാര്യം പറഞ്ഞത്? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാനും നവീനും ദാമ്പത്യ പൂജയ്ക്ക് വന്നതറിയാതെ അവൾ ഇവിടെ വരില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. എന്നിട്ടും മമ്മി അവളുടെ സൈഡിൽ നിന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? മോളെ, നീ എനിക്കൊരല്പം സമയം താ. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അവളോട് എന്ത് സംസാരിക്കാൻ? അവളെ കണ്ട പാടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലെടുത്ത് എറിയായിരുന്നു വേണ്ടത്.